ഹലോ, ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഒരു വെറൈറ്റി ഡിന്നറെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെറൈറ്റി ഡിന്നറാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാക്കറോണി വിത്ത് ബീഫ്. ഞാൻ മാക്കറോണി മുട്ട വെച്ചുണ്ടാക്കും, പച്ചക്കറി വെച്ച് വെജിറ്റബിൾസ് മാത്രം വെച്ചുണ്ടാക്കും, ചീസ് മാത്രം ഇട്ടുണ്ടാക്കും, സോസേജ് ഇട്ടുണ്ടാക്കും, ചിക്കൻ ഇങ്ങനെ മുറിച്ചിട്ടുണ്ടാക്കും. ഇന്നുണ്ടാക്കുന്നത് മാക്കറോണി വിത്ത് ബീഫാണ്. നല്ല സൂപ്പർ ഡിന്നറാണ്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനൊരു 2-3 ദിവസം അത് കൊടുത്താലും അത് തന്നെ കഴിച്ചോളും, അത്രയ്ക്കും ഇഷ്ടമാണ്. നമുക്കതൊന്നും ഉണ്ടാക്കാം. ഇത് 1 കിലോ ബീഫാണേ. ഇത് മുഴുവൻ വേണ്ട, ഞാൻ 1 കിലോ കഴുകി വാരി വെച്ചേക്ക്. അത് നമുക്ക് കുക്കറിലോട്ടിടാം. ഇത് ഇച്ചിരി വലിയ കഷ്ണമാണ്. ഇത് കുക്കറിലോട്ടിട്ടിട്ട് നമ്മൾ സാധാരണ ബീഫ് വേവിക്കുന്ന മാതിരി കുറച്ച് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, നമ്മൾ സാധാരണ ഉപ്പി പറ്റിക്കാൻ പറയത്തില്ലേ, ഇച്ചിരി മുളക് പൊടി ഇട്ടു, എരിക്കുള്ളതില്ല, കുറച്ച് മുളക് പൊടി ഇട്ടു, എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ടു നമുക്കതിന് വേവിച്ചെടുക്കാം. ചെറിയൊരു കഷ്ണം പട്ടയും കൊണ്ട് മുറിച്ചിട്ടിട്ട് നമ്മൾ ഉപ്പി പറ്റിക്കാൻ പറയത്തില്ല, ഉപ്പി പറ്റിക്കുന്ന പോലെ നമുക്കതിനെ ഒന്ന് ഇളക്കി. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, അതുപോലും വെള്ളം വേണ്ട. കുക്കർ മൂടി അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. കുറച്ച് ഉപ്പിട്ടിട്ട് ആ വെള്ളം നല്ലതായിട്ട് തിളയ്ക്കുക. വെള്ളം നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ ഇതാ ഞാൻ വാങ്ങിച്ച മാക്കറോണി. ഈ കമ്പനിയുടെ റോയലിൻ്റെ മാക്കറോണി 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, 1 കിലോ ഇല്ല, 400 ഗ്രാം. ഇതാ ഞാൻ വാങ്ങിച്ച ഈ ഷേപ്പിലുള്ള മാക്കറോണി ഞാൻ വാങ്ങിച്ചത്. അത് ആ വെള്ളം നല്ല തിളയ്ക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഈ മാക്കറോണി നമുക്കിടാം. വെള്ളം തിളച്ചു, ഒരുമാതിരി നല്ലതായിട്ട് തിളച്ചു. അത് ഫുള്ളാങ്ങിടാം. ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് പോകാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഇച്ചിരി എണ്ണ, ഏതെങ്കിലും എണ്ണ, വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതില്ല, അതിൻ്റെ പുറത്തൊന്ന് ഇതൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ എണ്ണ മതി. എണ്ണ ഒഴിച്ചൊന്ന് ഇളക്കി വെക്കാം. അത് വേഗട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഒരു 3 മിനിറ്റ്. ഇപ്പോൾ ഒരുമാതിരി നല്ലതായിട്ട് വെന്തു, അങ്ങ് കുഴഞ്ഞ് പോകണ്ട, എന്നാൽ ഒരുമാതിരി നല്ല നമ്മൾ ചോറൊക്കെ വെക്കുന്ന മാതിരി ഇത് നല്ലതായിട്ട് വെന്തു. ഇത് ഇച്ചിരി നല്ല വേകുമ്പോൾ ഇതങ്ങ് വികസിക്കും, ഇച്ചിരി അങ്ങ് വലുതാകും. അപ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് മതി വെന്തത് നമുക്കെടുക്കാം. നമുക്കതിനെ ട്രെയിൻ ചെയ്യാം. ഒരു പാത്രത്തിലോട്ട് ട്രെയിൻ ചെയ്തെടുക്കാം. ആ വെള്ളമെല്ലാം പോകാൻ ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് മറക്കാതെ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി പച്ചവെള്ളം കൂടെ ഒഴിക്കണം. ഇച്ചിരി സാധാരണ തണുത്ത വെള്ളം കൂടെ, അത് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി അത് അവിടെ ഇരിക്കട്ടെ, ഇനി ഒട്ടിപ്പോകത്തില്ല, അവിടെ ഇരുന്നോളൂ. നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, ഏതെങ്കിലും എണ്ണ മതി. ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതിടുക. ഇച്ചിരി ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചുമ്മാ നടുവേ കയറി ഇട്ടാൽ മതി. ഇതിലങ്ങനെ വലിയ എരിയൊന്നും വേണ്ട, ബീഫിന് നമ്മൾ എരിയെല്ലാം ഇട്ടതാണ്. ഒരു ക്യാപ്സിക്കം, ക്യാരറ്റ് ഉണ്ടെങ്കിലിടാം, ക്യാരറ്റോ പച്ചപ്പട്ടാണിയോ ഒക്കെ ഇടാം. ഇതിപ്പോൾ നമ്മളധികം വെജിറ്റബിൾ ഇടുന്നില്ല. ഉപ്പ്, ഇതിനുള്ള ഉപ്പ് മതി. നമ്മൾ ആ മക്രോണിക്ക് ഉപ്പിട്ടതാണ്, ബീഫിന് ഉപ്പിട്ടതാണ്. നമ്മൾ കുറച്ച് ഉപ്പ് മതി. ഒരു തക്കാളി, 2 തക്കാളി ഇട്ട് അതിന് നല്ലതായിട്ട് വഴറ്റി വെക്കുക.
അതൊന്ന് മൂടി വെക്കാം. ആ തക്കാളിയൊക്കെ നല്ലതായിട്ട് വേകട്ടെ. അതിനകത്തൊരു ഇച്ചിരി ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, ഏതെങ്കിലും ഒരു ശകലം ജീരകപ്പൊടി, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി പെപ്പർ, കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കാം. ഒരു ശകലം ഗരം മസാലപ്പൊടി, ഒന്നുകൂടെ ഇളക്കി ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കെച്ചപ്പ്, നമ്മുടെ കെച്ചപ്പില്ലേ, നമ്മൾ വാങ്ങിക്കുന്ന കെച്ചപ്പ്, അതൊരിച്ചിരി 2-3 സ്പൂണ് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക. അത് ഇളക്കിയിട്ട് നമുക്ക് ഈ ബീഫ് വെള്ളമില്ലാതെ, ഇച്ചിരി വെള്ളം വേണം, ഇച്ചിരി ചാറായാലും കുഴപ്പമില്ല, വെള്ളമില്ലാതെ ഇതിൻ്റെ കഷ്ണങ്ങൾ മുറിക്കൊന്നും വേണ്ട. അത് നല്ലതായിട്ട് വെന്ത ബീഫ് അതിനകത്തോട്ട് ഇടുക. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുക, അതിന് ആ മക്രോണിക്ക് ഒരു മോയ്സ്ചർ വരാൻ വേണ്ടി. അത് നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ പിടിക്കട്ടാം. ഈ മസാല എല്ലാം കൂടെ ബീഫെ പിടിക്കുമ്പോൾ ഞാൻ ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് മറന്നുപോയായിരുന്നു കേട്ടോ. ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇട്ടായിരുന്നു, ഇച്ചിരി ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇടയ്ക്കിട്ട് അത് കാണിക്കാൻ മറന്നുപോയി. ഇത് പറ്റി കഴിയുമ്പം ഇച്ചിരി ഈർപ്പം വേണം. ഇച്ചിരി ഈർപ്പത്തോടെ ആ മക്രോണി നമുക്കിടുക, ആ വേവിച്ച് വെച്ച മക്രോണി അതും ഇട്ട് ഇളക്കിയെടുക്കുക. ആ മക്രോണി ഇട്ട് വേണ്ട ഇങ്ങനെ ഇളക്കിയെടുക്കുക. എല്ലാം നല്ലതായിട്ട് അടി ചേർത്ത് ചെറിയ തീ സിമ്മേലാണ് വെച്ചേക്കുന്നത്, ഇതങ്ങ് പറ്റിപ്പോവും. അടി ചേർത്ത് എല്ലാം ഇതേ പിടിക്കണം. ആ ബീഫിൻ്റെയും മസാലയും തക്കാളിയുടെ പുളിയും കെച്ചപ്പിൻ്റെ പുളിയും എല്ലാം ഇതേ പിടിക്കണം. എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ ചീസ്, ഈ പിസ്സ ചീസില്ലേ, ഞാൻ ഈ കമ്പനിയുടെയാണ് വാങ്ങിക്കുന്നത്, പൊന്നൂന്ന് വാങ്ങിക്കുന്നത്. സ്ലൈസ് ചീസ്, സ്ലൈസ് അല്ല സോറി, ക്യൂബ്, ചെറിയ പീസ്, എന്തോ മസർല എന്ന് ഏതാണ്ട് പറയും, മസർല ചീസോ, പൊടി പൊടിയായിട്ടുള്ളതുണ്ട്, ഇങ്ങനെ ചീകി വരുന്ന ചീസ് അതിട്ടു. അത് ഈ ചൂടിനകത്ത് കിടന്ന ചീസ് അങ്ങ് ഉരുകും. ഉരുകി കഴിയുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വല പോലെ വരും. അത് ഇച്ചിരി നേരം അടച്ച് വെച്ചു. നമ്മുടെ മക്രോണി ഇവിടെ റെഡിയായി. കുറച്ച് മല്ലിയില അതിൻ്റെ പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യുക. ഇച്ചിരി മല്ലിയിലൂടെ സ്പ്രെഡ് ചെയ്ത് ഇളക്കിയെടുത്ത് നമ്മുടെ സൂപ്പർ ഡിന്നർ റെഡിയായി. കഴിക്കാം. ബാ.